ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. അനീഷിൻ്റെ വിവാഹം കഴിക്കുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ട് അനുമോൾ വന്നിരിക്കുകയാണ്. എന്താ ചേട്ടാ അങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെയൊന്നും ഇല്ല ചേട്ടാ, ഞാനിപ്പോൾ അങ്ങനെയൊന്നും നോക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അനുമോൾ. എന്തായാലും ഇതെല്ലാം തന്നെ കേട്ട് ആകെ മൊത്തത്തിൽ സാഡായിട്ടിരിക്കുന്ന അനീഷിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയൂ. അനുമോളുടെ കരിയറിനെ പറ്റിയും അതേപോലെ വിവാഹത്തിനെ പറ്റിയും അത് ഇപ്പോഴൊന്നും ഇല്ല എന്നുള്ള കാര്യങ്ങളെപ്പറ്റി എല്ലാം തന്നെ ഇൻഡയറക്റ്റ്ലി പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോഴും അനീഷ് ചോദിക്കുന്നുണ്ട്, ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം പറയൂ എന്ന് പറയുന്നുണ്ട്. അപ്പം അനുമോൾ അതിന് ഉത്തരം പറയാത്തതുകൊണ്ട് തന്നെ എണീറ്റ് പോകുന്ന അനീഷിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അനീഷ് ഈ രീതിയിലൊക്കെ തന്നെ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ആദിലേനെ പെട്ടെന്ന് തന്നെ വിളിക്കുന്നുണ്ട്. കാരണം ഈ കാര്യം ആരോടെങ്കിലും പറയണമല്ലോ, അതുകൊണ്ട് തന്നെ ആദിലയോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. ആദിലയും കേട്ടപ്പോഴത്തേക്ക് ഷോക്കായി പോയി. പക്ഷേ ഇത് അനീഷ് റിയലായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഇവർ ക്രഷ് ആണോ എന്നൊക്കെ തന്നെ മുമ്പൊക്കെ ചോദിക്കുന്ന സമയത്ത് അനീഷ് ഒരു കള്ളച്ചിരി ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അനു പറയുന്നുണ്ട് അത് ചിലപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ റിയൽ ആയിട്ടായിരിക്കും വിചാരിച്ചിട്ടുണ്ടാകുന്നത്. അത് മാത്രമല്ല ചില ലവ് ആക്ഷൻസ് ഒക്കെ കാണിക്കുന്ന സമയത്ത് മേ ബി ചിലപ്പോൾ പുള്ളിക്കാരൻ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേങ്കിൽ ഞാൻ അങ്ങനെ പോലും കണ്ടിട്ടൊന്നുമില്ല. ചേട്ടൻ എന്നാലും ഇങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്തായാലും അനുമോൾക്ക് ഇതൊരു വലിയ ഷോക്കിംഗ് ആയിപ്പോയി. അനീഷാണെങ്കിൽ ഇപ്പോൾ ആരോടും മിണ്ടാതെ നടക്കുവാണ്. ഇപ്പം ആദിലോട് വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നീ പോയി പറ, നിനക്ക് ഇഷ്ടമൊന്നുമില്ല, നീ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്ന് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേങ്കിൽ അനുമോൾക്കാണെങ്കിൽ ഇപ്പം ആകെ മൊത്തം ഒരു പേടിയാണ്. അനുവിനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇതുവരെയും അനുമോളുടെ ആ ഒരു ക്യാരക്ടർ ആ രീതിയിലാണ്. പക്ഷേങ്കിൽ ഒരു ക്രഷ് പോലെയൊക്കെ അനീഷിന് പലമയും തോന്നുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ആകെ മൊത്തം പെട്ടിരിക്കുന്ന അനുമോളെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒന്നും മിണ്ടാതെ നടക്കുന്ന അനീഷിനെ നമുക്കിപ്പോൾ ലൈവിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്.